ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ച് നിങ്ങൾക്ക് ശാന്തി സമാധാനം തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീല് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ഇപ്പോൾ എന്താണ്. ഓക്കെ, അടുത്തെടുക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം ഇത് സ്വീകരിക്കുക, ഇല്ലാത്തവർ വിട്ട് കളയുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിൽ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 5, 12, 3, 6, 14, 5, 14 ആവർത്തിച്ചു, 2, 7, 13, 10, 2, 1. ഓക്കെ, ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, തേർഡ് പാർട്ടിയുടെ ആയിരിക്കാം, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത മാസമായിരിക്കാം, ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ വർഷമായിരിക്കാം, 5 വർഷമായിട്ട് അല്ലെങ്കിൽ 5 മാസമായിട്ടായിരിക്കാം നിങ്ങൾ റിലേഷൻ ഉണ്ടായതോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടായതോ ആയിട്ട്. അപ്പം ഇതുകൊണ്ടാണ് ഈ ഡേറ്റുകൾ, ഈ നമ്പേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ചില വ്യക്തികൾക്ക് നമ്പേഴ്സ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലായില്ല, അതുകൊണ്ട് ഒന്നും കൂടി പറയുകയാണ്. ഓക്കെ, ഈ രാശി എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന മാസവും അന്ന് സൂര്യഗ്രഹണം എത്ര മണിക്കാണ്. ഇപ്പോൾ ചിങ്ങമാസത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ ആ ചിങ്ങമാസത്തിൽ സൂര്യഗ്രഹണം എപ്പോഴാണോ ആ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ സമയം തൊട്ടാണ് ചിങ്ങം, കന്നി, തുല എന്ന് പറഞ്ഞ് ഓരോ 2 മണിക്കൂറും ഇടവിട്ടുള്ള രാശികൾ നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം രാശി എന്തെന്നറിയാതെ ചില വ്യക്തികൾ എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിച്ചതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇവിടെ 12 രാശികൾ, നമ്മൾ 12 രാശികളെയാണ് ഇവിടെ പറയുന്നത്. ആ 12 രാശികളും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ രാജകുമാരിയുടെ ഈ കിരീടത്തെ 12 വജ്രങ്ങളെ നമ്മൾ രാശികളായിട്ടും കഴുത്തിൽ 9 പ്ലാനറ്റുകളും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ രാശികളും പ്ലാനറ്റുകളും വന്നിട്ടുണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസീസ്. മേടം, ചിങ്ങം, ധനു, മിഥുനം, തുലാം, കുംഭം, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം. 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയി. പേജ് ഓഫ് വാൻസ്, വളരെ പെട്ടെന്നാണ് നിങ്ങൾക്ക് ഗോസ്റ്റ് ചെയ്തുകൊണ്ട് എന്തിനാണ് പോയതെന്ന് പോലും അറിയാതെ പെട്ടെന്ന് ഒരു നിമിഷമാണ് നിങ്ങളെ വിട്ട് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും കടന്നു പോയത് ഇവിടെ നേരെ തേർഡ് പാർട്ടിയിലേക്കാണ്. കാരണം നിങ്ങളിൽ നിന്നും നിങ്ങളെ ഒരുപാട് വേദനപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയത് തേർഡ് പാർട്ടിയിലേക്കാണ്. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയി നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര രീതിയിൽ സന്തോഷിക്കുന്നതായിട്ടുള്ള, കാരണം ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിളാണ്. ഒരുപാട് എക്സ്പെൻസും സന്തോഷവും ഗ്രോത്തും എല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേർഡ് പാർട്ടിയിൽ നിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ജഗ്ലിംഗ് സിറ്റുവേഷനാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം. തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പം നല്ല രീതിയിൽ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന്, നിങ്ങൾക്കൊരു ഓഫറുമായി തിരിച്ചു വരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ 3 ഓഫ് വാൻസ് ആണ്. 3 ഓഫ് വാൻസ് പ്ലാൻ ചെയ്യുകയാണ്, നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുകയാണ്. എന്തിന്? തൻ്റെ സുഹൃത്തിലേക്ക് തിരിച്ചു വരണം. സുഹൃത്തെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളാണ് ഇവിടെ. ഓക്കെ, 6 ഓഫ് കപ്പ്, പഴയ വ്യക്തിയിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ ജഗ്ലിംഗ് സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയിൽ ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇവിടെ കപ്പം പിടിച്ച് നിൽപ്പുണ്ട്. ജഗ്ലിംഗ് ആണ്. ഓക്കെ, കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയപ്പോഴാണ് മനസ്സിലാകുന്നത് നിങ്ങളുടെ വാല്യൂ എന്ത് എന്ന്. അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തേർഡ് പാർട്ടിയുമായിട്ട് അവർക്ക് നിങ്ങളിൽ നിന്നും ലഭിച്ചതൊന്നും അവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെന്ന് പറയുന്നത് ഒരുപാട്
കെയറിങ് നേച്ചറുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഒരുപാട് അവരെ കൈയച്ച് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നുകിൽ മാനസികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിലും നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഗ്രോത്ത് ഉള്ള വ്യക്തിയാണെന്ന്, നിങ്ങൾ കൂടെ ഉള്ളപ്പം അനുഗ്രഹമാണെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ തേർഡ് പാർട്ടിയോടൊപ്പം നിങ്ങളുടെ പേഴ്സണ് സെവൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. എല്ലാം ബ്ലോക്കേജാണ്. ഓക്കെ, എല്ലാം ബ്ലോക്കേജാണ് നിങ്ങളുടെ പേഴ്സണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു വരാൻ ആഗ്രഹിക്കുമ്പോഴും 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. കാരണം നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ വരാൻ നേരത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് നിങ്ങളെ ഒരുപാട് മാനസികമായി തകർത്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും കടന്നു പോയത്. പക്ഷെ തിരിച്ച് വരാൻ കഴിയാത്ത വണ്ണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ടെൻഷൻ അനുഭവിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് സ്റ്റക്കാക്കി പോയ സിറ്റുവേഷനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് 8 ഓഫ് സോഡിൻ്റെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ റിലേഷനിൽ ആരെങ്കിലും വന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അവരോട് സ്നേഹമുണ്ടോ എന്നുള്ള ഒരു എനർജിയും നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ ലഭിക്കുന്നില്ല. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ബ്ലോക്കേജാണ്. അവിടെ തേർഡ് പാർട്ടിയോ നിങ്ങളുടെ പേഴ്സണോ ചില ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നതായി കാണുന്നു. നിങ്ങളിൽ കിട്ടിയ അതേ സ്വാതന്ത്ര്യമൊന്നും നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ലഭിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങളിലേക്ക് ഒരു വിജയം വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? 2 ഓഫ് കപ്പാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരും, അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ സ്നേഹിക്കണം. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം. കാരണം നിങ്ങളാണ് അൺകണ്ടീഷണലായിട്ട് അവരെ സ്നേഹിച്ചിരുന്നതെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവിടെ ക്യൂൻ ഓഫ് കപ്പാണ്. അവിടെ ഇമോഷണൽ പ്രകടമാക്കുന്നില്ല. ഇമോഷൻ അടച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നു. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണ് ലഭിക്കേണ്ടതായ കെയറും സ്നേഹം ഒന്നും അവിടെ പ്രകടമാക്കുന്നില്ല. ഓക്കെ, നിങ്ങളിൽ നിന്ന് ലഭിച്ചതുപോലെ ഒന്നും മറ്റൊരു വ്യക്തിയിൽ നിന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി തന്നെ വിജയം നിങ്ങളിലാണ്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് വിജയിച്ച് പോകാൻ കഴിയുകയുള്ളൂ, ലൈഫ് ഹാപ്പി ആകുകയുള്ളൂ എന്ന് തീരുമാനിച്ച് നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഉള്ളത്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ പറയുന്നത് സ്റ്റക്ക് സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്, പൂർണ്ണമായും സ്റ്റോപ്പായി പോയി എന്ന് ചിന്തിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുവാൻ, നിങ്ങളിലേക്ക് വരുവാൻ ഒരു വഴിയും അവർ കാണുന്നില്ല. നൈറ്റ് ഓഫ് കപ്പാണ്. വീണ്ടും അതേ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓഫർ തരണമെന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരണമെന്നുണ്ട്. പക്ഷേ കുതിര ഇവിടെ സ്റ്റക്കാണ്. കാരണം താൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരിക്കലും അവരിലേക്ക് വരാത്ത രീതിയിൽ അവർ കുറേ വാക്കുകളും അല്ലെങ്കിൽ കുറേ ബന്ധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടായിരിക്കും പോയത്, നിങ്ങൾ അവരിലേക്ക് ചെല്ലരുത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ തിരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിക്കുമ്പോഴും വഴി തടസ്സമായിട്ടാണ് കാണുന്നത്. മുന്നോട്ട് ഓഫറുമായി വരാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി കാണുന്നത്. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ നിന്ന് സ്നേഹവും സാമ്പത്തികവും എല്ലാം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ തന്നെ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ 3 ഓഫ് സോഡിൻ്റെ എനർജി തന്ന് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് തകർത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയതെന്ന് ഓർക്കുമ്പോൾ മുന്നോട്ട് വരാനുള്ള മാർഗം തടസ്സപ്പെടുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നോക്കാം. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവിടെ 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ബേർഡൻ ഫീലിംഗ് ആണ് അവിടെ അനുഭവപ്പെടുന്നത്. അവിടെ ഇപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് യാതൊന്നുമില്ല. ഒരുപാട് ടെൻഷനും വഴക്കും തന്നെയാണ്. ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആദ്യം നിങ്ങളെ വിട്ടുപോയ സമയത്ത് മാത്രമാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് കുറച്ച് സന്തോഷം ഉണ്ടായത്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ബേർഡനാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അനുഭവിക്കുന്നത്. നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്?
10 ഓഫ് സോഡ്, ഒരുപാട് സ്നേഹങ്ങളൊക്കെ കാണിച്ച് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ വേർതിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ 10 ഓഫ് സോഡ് ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി സാമ്പത്തികത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള പക വീട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി എന്നും അവർ ചീറ്റ് ചെയ്യുകയായിരുന്നു, മനഃപൂർവ്വമായി ചീറ്റ് ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇനി തുടരണമെന്ന് താല്പര്യമില്ല. ജഗ്ലിംഗ് സിറ്റുവേഷനാണ്, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ 8 ഓഫ് വാൻസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുകയാണ് അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകണമെന്ന്. 8 ഓഫ് കപ്പ് താഴെ വീണ്ടും വന്നിട്ടുണ്ട്, വിട്ട് ഉപേക്ഷിച്ച് പോകണം. ഓക്കെ, തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് പോകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, യാത്രയാണ് കാണുന്നത്. ജഗ്ലിംഗ് സിറ്റുവേഷനാണ്, നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങളാണ് ഏറ്റവും ബെറ്റർ എന്ന് തീരുമാനിച്ചുകൊണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ, തേർഡ് പാർട്ടി അറിയാതെയാണ് ഇത് ചിന്തിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 7 ഓഫ് വാൻസ് ആണ്. എന്തിനും ഏതിനും ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, വിളിക്കരുത് കാണരുത് എന്നുള്ള രീതിയിലായിരിക്കാം. നിങ്ങളോട് എങ്ങനെയാണോ ബൗണ്ടറി സെറ്റ് ചെയ്തത് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായോ ബൗണ്ടറി സെറ്റ് ചെയ്തതായി കാണുന്നു. ഏസ് ഓഫ് കപ്പ്, ഇവിടെ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് മറ്റൊരു റിലേഷൻ ഇവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായി കാണുന്നു. ഒന്നുകിൽ തേർഡ് പാർട്ടിക്ക് ഒരു സ്നേഹം വന്നിരിക്കുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് സ്നേഹം വന്നിരിക്കുന്നു. ഏസ് ഓഫ് കപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന്, കാരണം ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞ് കവിയുന്നതായി കാണുന്നു. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം വരുന്നത് കൊണ്ട് തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് വെച്ച് തേർഡ് പാർട്ടിക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവിടെ ഇമോഷണൽ സപ്പോർട്ട് യാതൊന്നും പരസ്പരം ഇല്ല, ചില നെഗറ്റീവ് എനർജികളാണ് അവിടെ കാണുന്നത്. 7 ഓഫ് സോഡ്, ചീറ്റിംഗ് സംഭവിക്കാൻ പോകുന്നു. ഒന്നുകിൽ അവിടെ ചീറ്റിംഗ് തേർഡ് പാർട്ടി ഭാഗത്ത് നിന്ന് നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിൽ ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നു. 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വീണ്ടും 10 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 10 ഓഫ് വാൻസ് പറയുന്നത് അവിടെ ഒരുപാട് ബേർഡനാണ്, ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, വെയിറ്റിങ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയും പേഴ്സണും വെയിറ്റ് ചെയ്യുന്നതായി കാണും. മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വെയിറ്റ് ചെയ്ത് അവർക്ക് ബോറിങ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ സാമ്പത്തികം ഒരുപാട് എക്സ്പെൻസ് ആകുന്നതായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അവിടെ നേരിടുന്നതായോ കാണുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല രീതിയിൽ എക്സ്പെൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ പണം മറ്റൊരാൾ എക്സ്പെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബേർഡൻ ഉണ്ടാക്കുന്നുണ്ട്. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കാരണം നിങ്ങളെ ചതിച്ചതിൻ്റെ കർമ്മയാണ് ലഭിക്കുന്നതെന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് പേജ് ഓഫ് കപ്പ് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ചതിച്ചു പോയത് കൊണ്ടാണ് അവരുടെ ലൈഫിൽ ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒക്കെ ലഭിക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു യാത്രയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കാണുന്നത്. യാത്രയെന്ന് പറയുമ്പോൾ അവർ മാനസികമായി ദൂരോട്ട് മാറിയിരിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു. ന്യൂസ് പാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളോട് തോന്നുന്ന വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് വീണ്ടും നിങ്ങളുടെ പേഴ്സണ് ഉണ്ടാകുന്നത്. ഇതാണ് നിങ്ങളോടും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുമുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി. ഓക്കെ, റീയൂണിയൻ നടക്കുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തീർച്ചയായിട്ടും റീയൂണിയൻ സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഈ കർമ്മ അനുഭവിച്ചതിന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റീയൂണിയൻ തീർച്ചയായും ഉണ്ടാകും. അപ്പം ഈ ഒരു സമയം നിങ്ങൾ
കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയം ഇന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് പെട്ടെന്ന് കടന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ കർമ്മ അത് അതിൻ്റേതായിട്ടുള്ള സമയത്ത് അനുഭവിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ കുട്ടിയായിരുന്നാലും കുഞ്ഞായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും വൃദ്ധയായിരുന്നാലും സാമ്പത്തികമുള്ള വ്യക്തിയായിരുന്നാലും ആര് തന്നെ ആണെങ്കിൽ തന്നെയും ഇവിടെ കർമ്മ നേരിട്ടേ മതിയാകൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കർമ്മ നേരിടുന്ന സമയമാണ്. നിങ്ങൾ കുറച്ച് നാളായിട്ട് കാർമിക് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ സമയം മാറി വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സണ്ണ് കടന്നു വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റമാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്രയും കരഞ്ഞിരുന്ന ആ ഒരു സിറ്റുവേഷൻ, ഡിപ്രഷൻ അടിച്ചിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് റീയൂണിയൻ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, കാർഡ് പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ്, മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകും. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം നടക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ്, മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ? ഫസ്റ്റ്, സെക്കൻഡ്. ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത്. ആ കാര്യം ഒരു മാറ്റം സംഭവിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട ഐസൊലേഷൻ പീരിയഡ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് സമയം വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് മാറും. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കർമ്മ സിറ്റുവേഷനിൽ കൂടിയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കുറച്ചുകൂടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ദ വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, ഭാഗ്യചക്രം നിങ്ങൾക്കായി കറങ്ങും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് 6 ഓഫ് കപ്പ്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം നടക്കുക തന്നെ ചെയ്യും. ഒരു റീയൂണിയൻ നിങ്ങൾ കാണുന്നുണ്ട്. ഏത് വിഷയത്തിലാണോ, റിലേഷൻഷിപ്പ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്കിവിടെ ഒരു ഓഫർ വരുന്ന എനർജിയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നു? 2 ഓഫ് കപ്പ്. തീർച്ചയായിട്ടും നിങ്ങളെ ചതിച്ചത് ആരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായി തകർത്തത് ആരാണോ അവർക്ക് കുറ്റബോധം യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന യൂണിവേഴ്സൽ എനർജി ആയിട്ട് അവരുടെ ബോധ മനസ്സിലേക്ക് ചെന്ന് അവർക്ക് കുറ്റബോധം തോന്നിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങൾക്ക് തരേണ്ടത് തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും. അത് ഇമോഷണൽ ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്തിനും ഇത് എസ് എന്നുള്ള ഒരു പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മക്കളുടെ എനർജി പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ ആ ഒന്നിലധികം മക്കൾക്ക് ഓരോ കാർഡ് വീതം സെലക്ട് ചെയ്യാം. ഫ്യൂച്ചർ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചർ എന്താണ്? എന്നെ കാണുന്ന വ്യക്തികളുടെ മക്കളുടെ നിയർ ഫ്യൂച്ചർ എന്താണ്? ഓക്കെ, മക്കളില്ല, വിവാഹം കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മക്കളുടെ നിയർ ഫ്യൂച്ചർ. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നിങ്ങൾക്കിത് ഓരോ മക്കൾക്ക് വേണ്ടിയും സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന പഠനത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ കണ്ടത്, എന്ത് തന്നെയാണെങ്കിലും വിജയമാണ്. നിങ്ങൾ മനസ്സിൽ എന്താണോ വിചാരിച്ചിരിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് അതൊരു വിജയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, 8 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച കാര്യം നിങ്ങൾക്ക് ഓഫറുമായിട്ട് വരുന്നു. ഇതുവരെയും അത് സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു എങ്കിൽ അതിനൊരു മാറ്റം, നിങ്ങളിൽ ആ ഒരു നെഗറ്റീവ് എനർജിക്ക് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ 9 ഓഫ് പെൻറ്റിക്കിൾ. അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും ഇപ്പോൾ എന്താണോ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകാനും സാമ്പത്തിക അനുഗ്രഹം അവരിലേക്ക് നിയർ ഫ്യൂച്ചറിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. എല്ലാം കൊണ്ടും അവർക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്.
ഒരു മാറ്റമാണ്. ഒന്നിനും മനസ്സില്ലാതെ അവർ മാറി നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഒരു പ്യൂപ്പയായിട്ട് അവർ ഇത്രയും നാൾ അവരുടെ ഒരു കൂട്ടിനുള്ളിൽ ഒന്നും ചെയ്യാതെ ഒരു കംഫോർട്ട് സോണിൽ ഭയങ്കരമായി വിഷമിച്ച് തകർന്നിരുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിനി പാറി പറക്കാൻ പോകുന്നു. അവർ ഈ ലോകത്തെ സ്വന്തമാക്കാൻ പോകുന്നു. അവർ ഈ വേൾഡിലേക്ക് സന്തോഷിക്കാൻ ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മനസ്സിൽ ചിന്തിച്ചത്, ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും തീർച്ചയായിട്ടും ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് വരാൻ പോകുന്നു. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ ഒരു യാത്രയാണ് കാണുന്നത്. അവർ ചില പ്ലാനുകൾ ചെയ്തത് അവരുടെ ജീവിതത്തിൽ യാത്ര സംഭവിക്കാൻ പോകുന്നു. എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്തത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, മക്കൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തത്. ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. പ്രണയം, വിവാഹം, എന്താണോ ഇമോഷണൽ പരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ അഫർമേഷൻ ചെയ്തത് എന്താണോ ആ അഫർമേഷൻ സക്സസ് ആകാൻ പോകുന്നു. യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതായി കാണുന്നു. ഓക്കെ, യൂണിവേഴ്സ് ദൈവികമായിട്ട് നിങ്ങളുടെ ആശ്വാസത്തിന് ദൈവം നിങ്ങളെ വന്ന് ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ പ്ലാൻ എന്താണോ, അവരുടെ ആഗ്രഹം എന്താണോ അത് നടപ്പിലാക്കാൻ പോകുന്നു. ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വന്നു ചേരുന്നു. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒന്നാകുന്നു. നിങ്ങളുടെ മക്കൾ ഒന്നാകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ മക്കൾക്കും നല്ലൊരു പോസിറ്റീവ് ഫ്യൂച്ചറാണ്, നിയർ ഫ്യൂച്ചറാണ് വരാൻ പോകുന്നത്. ഇപ്പോഴുള്ള സിറ്റുവേഷനെ നോക്കി നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകാൻ കഴിയും. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഈ ഇന്നത്തെ എനർജിയെ ബേസ് ചെയ്ത് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ കൊടുക്കുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്പാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ കൊടുക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, പക്ഷേ അവർക്ക് ഒരുപക്ഷെ നിങ്ങളെ വിട്ടു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴും ഓർക്കുന്നത് നിങ്ങൾ കൊടുത്ത ആ നിമിഷത്തെയാണ്. അവർ പറയുന്നത് നിങ്ങൾ അവരുടെ ഒരു പാർട്ട്, ഒരു ലൈഫിൻ്റെ ഒരു പാർട്ട് ആയതിന് നന്ദി പറയുന്നു. ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്തെല്ലാം നിങ്ങൾ ഒരുപാട് സ്നേഹം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് അവർ ഇപ്പോഴും നന്ദിയുള്ളവരാണ് എന്ന് മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നു. ചിലപ്പോൾ ഇത് നിങ്ങളിൽ നിന്ന് മൂവ് ചെയ്ത വ്യക്തിയായിരിക്കാം. ഓക്കെ, രണ്ടാമത്തെ കാർഡ് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ കൊടുക്കുന്നത്? പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സമാധാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. ചില തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ടെൻഷനായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്നും ഒരു സമാധാന തീരത്തേക്ക് പോയിട്ട് നിങ്ങളുടെ ഇടയിലുണ്ടായ തെറ്റിദ്ധാരണകളെല്ലാം സംസാരിച്ച് മാറ്റണമെന്നും ഇനിയുള്ള ജീവിതം സമാധാനത്തിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് വരണമെന്നും ഇതുവരെയും നിങ്ങൾക്ക് കോളോ മെസ്സേജോ ഒന്നും തരാതെ നിങ്ങളുടെ സമയമെല്ലാം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പശ്ചാത്താപം തോന്നിക്കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങൾക്ക് വേണ്ടി സമയം നൽകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. അവർ ചെയ്ത തെറ്റുകളെല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾക്കെല്ലാം നിങ്ങൾ ക്ഷമ കൊടുക്കുമോ എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മെസ്സേജിൽ ചോദിക്കുന്നു. കാരണം നിങ്ങളെ ഇവിടെ നോക്കി ഇരുത്തിക്കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സൺ സമയവും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറ്റബോധം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അവരോട് ക്ഷമ കൊടുക്കുമോ, എല്ലാം മറന്ന് അവരോട് മാപ്പ് കൊടുക്കുമോ എന്ന് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് മെസ്സേജായി ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ
റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക.